ഇത്ര നേരം ബസ് സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് പൈസ മേടിക്കാൻ നിന്നിട്ട് കൊച്ചു പിള്ളേരുടെ അടുത്തെല്ലാം അവരെ ചീത്തയും വിളിച്ച് പൈസ മേടിക്കാൻ നിന്നിട്ട് ഇപ്പം എന്ത് പോകുന്നത്? കേരളീയർ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ഇങ്ങനെ ചെയ്താൽ ആ നാട്ടുകാർ വെറുതെ വിടും. അതേസമയം എല്ലാ ആൾക്കാരും ഈ നാട്ടിൽ വന്നാണ് ഈ വേലകൾ ഇത്രയും ചെയ്യുന്നത്. നമ്മൾ 1-2 ദിവസം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ ഭാഷയെ നമ്മളെ പള്ളുറയും ചെയ്യും. അതാണ് ഇപ്പൊ ഇവിടെ നടന്നതാണ്. ഒരു മുഴയുള്ള ഒരു ആളുണ്ട്. അത് നമ്മള് കേറുമ്പോ എല്ലാം കൊടുക്കും. ഇടയ്ക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ എന്തെങ്കിലും പറയുകയും അസഭ്യം പറയും ചെയ്യും. ഈ കൊടുക്കുന്ന പൈസ എല്ലാം കൊണ്ടുപോയി വെള്ളം അടിക്കുകയും കഞ്ചാവ് അടിക്കുകയും. നമ്മുടെ കേരളത്തിൽ ഭിക്ഷാടനം നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലും നമ്മൾ എവിടെ പോയാലും ഭിക്ഷ എടുക്കുന്നവരെ കാണാം. നമ്മുടെ മുമ്പിൽ കാറിലായാലും ബസ്സിലായാലും ട്രെയിനിലായാലും പോയാലും നമ്മുടെ മുന്നിൽ കൈനീട്ടി വരുന്ന നിരവധി വൃദ്ധരായ സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും ഒക്കെ കാണാം. പക്ഷേ അവരാരും മലയാളികളല്ല. അവരെല്ലാം നമ്മൾ ചോദിക്കുന്ന ഭാഷയ്ക്ക് മറുപടി പറയത്തില്ല. അഥവാ അവർ പറയുന്ന മറുപടി നമുക്ക് മനസ്സിലാകത്തില്ല. അത്തരത്തിലാണ് ഇവിടെ കൊല്ലത്തെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലും ഒക്കെ വൈകുന്നേര സമയങ്ങളിലും ഒക്കെ ഈ ഭിക്ഷാടനത്തിനായിട്ട് നിരവധി വൃദ്ധരായവരാണ് വരുന്നത്, കൈനീട്ടുന്നത്. പക്ഷേ നമ്മുടെ കുട്ടികൾ അവർക്ക് ഭയപ്പെട്ടുകൊണ്ട് അവർ വടിയുമായിട്ട് വന്ന് കൈനീട്ടുമ്പോൾ നാളത്തെ ബസ് കൂലിയാവട്ടെ അങ്ങനെ കുട്ടികളും ഉള്ളവരാണ് ഈ ഭിക്ഷ കൊടുക്കുന്നത്. ആ ഭിക്ഷ മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ അഡ്രസ്സോ പേരോ ഒന്നും വെളിപ്പെടുത്താതെ അവരെ എവിടാണെന്ന് ചോദിച്ചപ്പോൾ നമ്മളടുത്ത് മറുപടി പറയാതെ അവർ ഓടിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പൈസ വേണ്ടേ? എവിടുന്ന് വരുന്നത്? ഇതാര് കൊണ്ടാക്കുന്നു ഇവിടെ? എത്ര പേരുണ്ട് നിങ്ങൾ? അതെന്താണ് ഇത്ര നേരം നടക്കാൻ വയ്യായിരുന്നല്ലോ, ഇപ്പോൾ എന്താ ഇങ്ങനെ നടക്കുന്നത്? ബസ് കയറാൻ വന്ന കൊച്ചു പിള്ളേരായിരുന്നു പെൺപിള്ളേരായിരുന്നേ പൈസ മേടിക്കാൻ എന്നിട്ട് ഇപ്പോൾ ഓടുന്നല്ലേ? അതെന്താ കാര്യം? ഇപ്പം നടക്കാനാവുമല്ലേ? ഇപ്പം നല്ലോണം നടക്കുന്നല്ലേ? ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലേ? ബസ് കയറാൻ നിൽക്കുന്ന കൊച്ചു പെൺപിള്ളേരായിരുന്നല്ല പൈസ തന്നില്ലെങ്കിൽ അവരെ കമ്പ് വെച്ച് അടിക്കുക, ദേഹത്ത് പിടിക്കുക. മലയാളം അറിയത്തില്ല, മുഖവും മറച്ച് ഒരു ദിവസം എത്ര രൂപ പിരിക്കും? നിങ്ങളുടെ നാട്ടിൽ സ്ഥലമില്ലേ പൈസ മേടിക്കാം? ഓടുക. പിന്നെ നമ്മളെ ഈ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാതിരിക്കുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ആരാന്നോ മലയാളിയാണെന്നോ ഒന്നും ചോദിക്കത്തില്ല. അറിയത്തില്ല ബംഗാളിയാണോ തമിഴ്നാട്ടിലെയാണോ അങ്ങനെ ഏത് ആൾക്കാരാന്ന് പോലും അറിയാതാണ് ഇവിടെ. നമ്മള് പേര് ചോദിക്കുമ്പോൾ നമുക്കറിയാത്ത ഭാഷയിൽ അവർ സംസാരിക്കുന്നത്, അറിയാത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത്. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറയുകയും ചെയ്യും. നമുക്ക് അറിഞ്ഞൂടെ ഏത് ഭാഷയിലാണ് നമ്മളെ പള്ളു പറയുന്നത്. അങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. അത് നിയന്ത്രിക്കാൻ ഇപ്പൊ ഞാനിതിപ്പോ ചോദിച്ചു അവരുടെ അവസാനം പൈസ തരാൻ നില്ല് എന്ന് പറഞ്ഞപ്പോ അവര് ഓടിയ. അവരിപ്പം നടക്കാൻ വയ്യാത്തവര് കമ്പും കുത്തി നടന്നവര് ഈ കമ്പും കളഞ്ഞിട്ട് ഓടുന്നു. അവർക്ക് അന്നേരം അങ്ങനെ അവര് ഒരു കുഴപ്പമില്ല. ആൾക്കാരെ കാണാൻ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. അത് ഇവിടെ വരുന്നവര് നമ്മൾ മലയാളികൾ. ഇവിടെ കേരളീയർ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ഇങ്ങനെ ചെയ്താൽ ആ നാട്ടുകാർ വെറുതെ വിടും. അതേസമയം എല്ലാ ആൾക്കാരും ഈ നാട്ടിൽ വന്നാണ് ഈ വേലകൾ ഇത്രയും ചെയ്യുന്നത്. നമ്മൾ 1-2 ദിവസം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ ഭാഷയെ നമ്മളെ പള്ളുറയും ചെയ്യും. അതാണ് ഇപ്പൊ ഇവിടെ നടന്നതാണ്. ഒരു മുഴയുള്ള ഒരു ആളുണ്ട്. അത് നമ്മള് കേറുമ്പോ എല്ലാം കൊടുക്കും. ഇടയ്ക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ എന്തെങ്കിലും പറയുകയും അസഭ്യം പറയും ചെയ്യും. ഈ കൊടുക്കുന്ന പൈസ എല്ലാം കൊണ്ടുപോയി വെള്ളം അടിക്കുകയും കഞ്ചാവ് അടിക്കുകയും. അവര് ആഹാരത്തിന് പിന്നെ ഇവിടെ ചോറ് കൊടുക്കുന്ന എവിടെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ പോയി ചോറ് മേടിച്ച് കഴിക്കുകയും ചെയ്യും. അത് കണക്കെന്നിട്ട് ഈ പൈസകൾ കിട്ടിക്കൊണ്ട് വെള്ളം അടിക്കുകയും ചെയ്യും. എന്നിട്ട് ഇവിടെ നടന്ന് ഇല്ലാത്ത എല്ലാ ഇതും ഇവരാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭിക്ഷാടനം എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ തമ്പടിച്ചാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇവിടെ ഞാനിപ്പോ 2-3 പേരെ കണ്ടിട്ട് എൻ്റെ അടുത്തും ചോദിച്ചു, കൊച്ചു കുട്ടികൾ 18 വയസ്സ് 19 വയസ്സുള്ളവരടുത്തൊക്കെ അവര് പൈസ കൊടുക്കണം 5 രൂപയും 10 രൂപയും നാളത്തെ ബസ് കൂലിയൊക്കെ. ഈ പിന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ആ കൊച്ചുങ്ങളെ പേടിച്ച് അവര് പൈസ കൊടുക്കുകയും ചെയ്യും. നാളത്തെ വണ്ടിക്കൂലിക്കുള്ള കാശ് കൊടുക്കുന്ന പൈസ അവർ കൊടുക്കുകയും ചെയ്യും. പിന്നെ നമ്മളെ പോലുള്ളവർക്ക് ഒരു മാസത്തിലായിരിക്കും നമുക്ക് ശമ്പളം കിട്ടുന്നത്. നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി നമ്മൾ വണ്ടിക്കൂലിക്കുള്ള പൈസയും കൊണ്ടായിരിക്കും വരുന്നത്. അതിൽ നിന്ന് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അതും അവര് നമ്മളടുത്ത് മോന്ത കാണിച്ച് കഴക്കുറയും ചീത്തോറയും ചെയ്യും. ഇത് പ്രധാനമായിട്ട് ഇത് ഒരാളൊന്നുമല്ല, ഇവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ തമ്പടിച്ച് ഇതിന്റെ പിന്നിലും ആൾക്കാരുണ്ട്. അത് ഈ കൊല്ലം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അവര് ഈ അധികാരികള് വൈകുന്നേരം ശ്രദ്ധിക്കേണ്ടത്. അവരൊന്നും ഒരു കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുന്നതിന്റെ പേരിൽ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പിന്നെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. പാവപ്പെട്ട യാത്ര ചെയ്യുന്ന ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. എല്ലാ പാവങ്ങളും ജനങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക. അത് അവര് ഇനി കണ്ണു തുറന്ന് ഇത്
എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ ആൾക്കാരെ വിട്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയും ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. പിന്നെ ഒരാഴ്ച ഇങ്ങനെ കൊടുക്കാതിരുന്നിട്ട് വീണ്ടും കയറിയപ്പോൾ ആ പയ്യൻ വീണ്ടും കയറിയിട്ട് ഇതേക്ക് തുറന്ന് കാണിച്ചപ്പോൾ നമ്മൾ കൊടുക്കാഞ്ഞ് അവൻ്റെ ഭാഷ നമ്മളെ ചീത്ത വിളിക്കുകയുണ്ടായത്. അവൻ വെള്ളം അടിച്ച് ഭയങ്കരമായ മദ്യത്തിൻ്റെ പാടാണ്. അവന് ഈ മുഴ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ കൊണ്ടുകിടന്ന അവന് അതൊരു ജോലിയായി വരുമാന മാർഗമായി. അങ്ങനെ പലരും പിന്നെ നമുക്കറിയാം കാലോ കയ്യോ ഞൊണ്ടി വയ്യാത്തവരോ ആരെങ്കിലും ആണെങ്കിൽ പോട്ട് അവർക്ക് ജോലി ചെയ്യാൻ വയ്യ, തീരെ വയ്യ എന്നുണ്ടെങ്കിൽ നമ്മളെ കാഴ്ചയിൽ അറിയാം. അവര് പോലും ഭാഗ്യക്കൂലി ടിക്കറ്റ് ഒക്കെ വിറ്റ് ജീവിക്കുന്നുണ്ട്. അങ്ങനെ വൈകാത്തവർ നമുക്ക് കാഴ്ചയിൽ സുഖമില്ലാത്തവര് ഭാഗ്യക്കൂലി ടിക്കറ്റ് വിൽപ്പനയൊക്കെ നടത്തി ചെറിയ വരുമാനം മാർഗം അവർ കണ്ടെത്തുന്നത്. വയ്യാത്തവർ ഒത്തിരി പേര് വണ്ടിക്കകത്ത് തള്ളി അവര് നടക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ നടക്കും. ഇവിടുത്തെ കോർപ്പറേഷനും ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഇതെല്ലാം ഈ അധികൃതർ നോക്കണം. ഈ കൊല്ലത്തെ കോർപ്പറേഷനാണ് ശ്രദ്ധിക്കേണ്ടത്. കൊല്ലം കോർപ്പറേഷനിലാണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവരത് കൈകാര്യം ചെയ്യുകയോ നോക്കുകയോ എന്തെങ്കിലും ചെയ്യണം. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. ഭിക്ഷാടനം നടത്തുന്നത് പല രീതിയിലുണ്ടല്ലോ ആളുകൾ. അവരുടെ ആഹാരത്തിന് വേണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്കൊരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കണമെങ്കിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും, അല്ലെങ്കിൽ മെഡിസിൻ വേണമെങ്കിലോ അപ്പം മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കണം. ഇതൊന്നും ആവശ്യപ്പെടാറില്ല. ഇതൊന്നും ആവശ്യപ്പെടാതിരിക്കുന്ന തികച്ചും അത് നിരോധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുമല്ല, നമ്മുടെ കേരളത്തിലുള്ളവരല്ല, അന്യ സംസ്ഥാനത്തിലുള്ളവർ മുഖം മറച്ചൊക്കെയാണ് അവർ ഈ വന്ന് വയ്യാന്ന് നിൽക്കുന്നത്. ഇപ്പോൾ 2-3 പേര്, ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, പുള്ളിക്കാരനും എന്നെ കണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നറിഞ്ഞ് അയാളും ഓടിപ്പോയി. 20 വയസ്സിനകത്തുള്ള കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെയാണ് പൈസ മേടിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോലീസ് സംവിധാനവും സർക്കാർ സംവിധാനവും ഇവിടെ ഭിക്ഷാടനം നിരോധിച്ചിട്ട് ഈ നാട്ടിലുള്ളവർക്ക് ഒരു നേരം ആഹാരം കഴിക്കാൻ അവർക്ക് ഭിക്ഷ എടുക്കാൻ വയ്യ. പക്ഷെ അന്യ സംസ്ഥാനക്കാർ മുഖം മറച്ച് വന്ന് അസുഖബാധിതനായിട്ട് ഭിക്ഷ ഇടിക്കുകയാണ്. ഇതിനൊക്കെ സർക്കാരും ഈ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നായാലും എന്തുമായാലും അവർ അതിന് ശ്രദ്ധ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അവരാണത് നിരോധിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട നിരോധനം നടത്തിയിട്ടുണ്ട്, പക്ഷെ നടപ്പിലാക്കണം. അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണം എത്രയും പെട്ടെന്ന്. അങ്ങനെ വേണ്ടത്. അപ്പം ജനങ്ങളെ ബുദ്ധിമുട്ടി. കാരണം ഈ കുട്ടികൾ 20 വയസ്സിനകത്തുള്ള മേജറാകാത്ത കുട്ടികൾ അവർ ഭയപ്പാടോടുകൂടി നാളത്തേക്കുള്ള വണ്ടിക്കൂലിയുടെ കാശായിരിക്കും എടുത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ പത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ ഒരുപാട് വാർത്തകളും. ഒരു ഭിക്ഷാടകൻ മരിച്ചു, അയാളുടെ കാണ്ടം അഴിച്ചു നോക്കിയപ്പോൾ ലക്ഷങ്ങളാണ്. അതെ. അങ്ങനെ ഓരോരുത്തരും. അല്ല, ഇന്നിപ്പോൾ അവർ നമ്മൾ സംസാരിക്കാതെ അവർ ഓടുകയാണ് ചെയ്യുന്നത്. അവർക്ക് വയ്യാതെ നടക്കുന്നവരാണ് ഇവിടെ നടന്ന് കുട്ടികളുടെ നിന്ന് പൈസ പിരിച്ചതാണ്. ഇതൊക്കെ ഊർജിതമായിട്ട് സർക്കാർ തലത്തിൽ അത് പരിശോധന, വൈകുന്നേരങ്ങളിൽ കാലങ്ങളിൽ ഈ ബസ് സ്റ്റോപ്പുകളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അത് സർക്കാർ നല്ലൊരു നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ളവരെ നിയന്ത്രിക്കാൻ കൊല്ലം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിനുള്ള നടപടി സ്വീകരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.